നമ്മൾ കൊല്ലം നീണ്ടകരയിലേക്ക് പോവുകയാണ്. ഇവിടെ കാണാതായ ഗൗതം കൃഷ്ണനായി നാവികസേനയുടെ INS കൽപ്പേനിയും സ്ക്യൂബ ടീമും പുലർച്ചെ മുതൽ തന്നെ അപകട സ്ഥലത്ത് പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ തമ്മിൽ ഇപ്പോഴും ഏകോപനമില്ല എന്നും എത്ര തല്ലിയാലും നന്നാകില്ല എന്നുള്ള സമീപനമാണ് ഉദ്യോഗസ്ഥരുടേതെന്നും ഗൗതമിന്റെ അമ്മ രേഷ്മ പ്രതികരിച്ചു. വാക്കുകളിലേക്ക്. നമ്മുടെ മറൈൻ എൻഫോഴ്സ്മെന്റും കോസ്റ്റ് ഗാർഡും കൂടി ചേർന്നിട്ട് ഒരു അനുയോജ്യമായ ഒരു തിരച്ചിൽ നടത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ജീവൻ രക്ഷിക്കാമായിരുന്നു. അപ്പോൾ ഇത്രയും സൗകര്യങ്ങൾ ഉണ്ട് എന്നറിയുന്ന ഗവൺമെൻറ് ഇത് എന്തുകൊണ്ടാണ് ഉപയോഗിക്കാൻ വൈകിയതെന്ന് നമുക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. നമ്മൾ ഇനി ഈ 10 ദിവസം കൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നുള്ളതിന് അടിസ്ഥാനപരമായിട്ട് അവർ വീണ്ടും പറയുകയാണ്, ഇതൊക്കെ തന്നെയാണ് നിങ്ങളിനി എത്ര കിടന്ന് കൊല വിളിച്ചാലും ഞങ്ങൾക്ക് മാറ്റം ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് വീണ്ടും ദിവസം കഴിയുന്തോറും നമുക്ക് മനസ്സിലാക്കി തരുന്നൊരു കാര്യം. ഹെവി ജയശങ്കർ ചേരുകയാണ്. ജയശങ്കർ, ഈ ഗൗതം കൃഷ്ണ എന്ന ചെറുപ്പക്കാരന് 26 വയസ്സ് മാത്രമാണ് പ്രായം. 14 പേരാണ് ഈ ഒരു അപകടത്തിൽപ്പെട്ടത്. അതിൽ 11 പേരെ മത്സ്യത്തൊഴിലാളികളാണ് രക്ഷിച്ചെടുത്തത്. ബാക്കി 3 പേരെ രക്ഷിച്ചെടുക്കാൻ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതിൽ സ്വന്തം ഭർത്താവിനെയും അച്ഛനെയും നഷ്ടപ്പെട്ട ആളാണ് രേഷ്മ. മകൻ എന്തു പറ്റി എന്നുള്ള ആ ഒരു ചോദ്യത്തിന് എന്താണ് ഉത്തരം? ഇതുവരെ ആ ഒരു ഉത്തരം നൽകാൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അവർ പറയുകയാണ്, 10-ാം ദിവസം ഇത്ര സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ നമ്മൾ തെരുവിൽ അലമുറയിട്ടാൽ മാത്രമേ ഇവരൊക്കെ ഉണർന്ന് പ്രവർത്തിക്കൂ എന്നാണെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും? അതും ഇപ്പോൾ നടക്കുന്ന തെരച്ചിലിൽ പോലും ഈ അമ്മയ്ക്ക് തൃപ്തിയില്ല എന്നുള്ളതാണ്. അപ്പോൾ വെറും പ്രഹസനമാണ്, വെറും കാട്ടിക്കൂട്ടലാണ്. ഇത്ര വലിയ വാർത്തയും സംഭവമൊക്കെ ആയതുകൊണ്ട് മാത്രം എന്തൊക്കെയോ ചെയ്തു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളാണ് ഇന്നും അവിടെ നടക്കുന്നത് എന്നാണ് അമ്മ പറയുന്നത്. അതെന്തുകൊണ്ടാണ് ജയശങ്കർ? അതായത് ഈ രേഷ്മയുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും ന്യായമാണ്. കാരണം ഈ അപകടം നടന്ന ആദ്യ മണിക്കൂറുകളിൽ നമ്മുടെ കോസ്റ്റൽ ഗാർഡും മറൈൻ പോലീസും ഒക്കെ ഏകോപിച്ച് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഗൗതം കൃഷ്ണയെ കണ്ടെത്താനാകുമായിരുന്നു. പക്ഷേ അപ്പോഴൊന്നും സിസ്റ്റം ഉണർന്നില്ല. 2 ദിവസം മുമ്പ് രേഷ്മ കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിക്കുകയും അതിനുശേഷം മാത്രമാണ് ഈ സിസ്റ്റം ഉണരാൻ തയ്യാറായത്. നേവി എത്തിയത് ഇന്ന് രാവിലെയാണ്. എന്തായാലും ഇപ്പോൾ നമ്മളുള്ളത് നീണ്ടകരയിൽ ഈ അപകടം നടന്ന തീര മേഖലയിലാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. കടലിങ്ങനെ പരന്ന് കിടക്കുകയാണ്. അവിടെ എവിടെയൊക്കെ കുറെ ഷിപ്പുകളൊക്കെ കാണാം. പരിശോധന നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. രാവിലെ INS കൽപ്പേനി ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് കാഴ്ചയിൽ INS കൽപ്പേനി കാണാനാകുന്നില്ല. ഇനി അതിന്റെ അപ്ഡേറ്റ് ഔദ്യോഗികമായി നേവി തന്നെ തരാനുണ്ട്. എന്തായാലും കടൽ ശാന്തമാണ്. ഇന്നലെ ഒക്കെ പ്രക്ഷുബ്ധമായ കടലായിരുന്നെങ്കിൽ ഇന്ന് കടൽ ശാന്തമായി കിടക്കുന്നു എന്നത് ആശ്വാസമാണ്. പക്ഷെ അപ്പോൾ പോലും 10 ദിവസം പിന്നിടുമ്പോഴും ഗൗതം കൃഷ്ണയെ കുറിച്ച് ഒരു തരത്തിലുള്ള വിവരവും ഇല്ല എന്നതാണ് കുടുംബത്തെ സംബന്ധിച്ച് വലിയ വേദന ഉണ്ടാക്കുന്നത്. ഇന്നലെ അമ്മ പറഞ്ഞതാണ് ഇതെല്ലാം തന്നെ കാട്ടിക്കൂട്ടലാണെന്നാണ് പറഞ്ഞത്. ഇന്ന് രാവിലെ നേവി വന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ ഒരു ആശ്വാസം പങ്കുവച്ചിരുന്നു. അവർ ഈ പരിശോധനയും ഇവർ വരും എന്നതിൻ്റെ അപ്പുറത്തേക്ക് പരിശോധനയ്ക്കൊരു റിസൾട്ട് വേണം എന്നാണ് ആ അമ്മ പറയുന്നത്. ആ റിസൾട്ട് എന്തായാലും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നത് വേദനാജനകമായ ഒരു കാര്യം തന്നെയാണ്. ആ അമ്മയ്ക്ക് ഇപ്പോഴും മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് സിസ്റ്റത്തെ ഉണർത്താൻ നിരന്തരം സംസാരിക്കേണ്ട ഒരു ദുഃഖകരമായ സാഹചര്യത്തിലൂടെയാണ് കാര്യങ്ങൾ എന്തായാലും പോകുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെ ഇടപെട്ടാണ് ഇന്ന് ഇവിടെ നേവി ഉൾപ്പെടെ പരിശോധനയ്ക്ക് എത്തിയത്. പക്ഷേ ആ പരിശോധനയിലൊന്നും തന്നെ ഇതുവരെ ഒന്നും ഫലം ഉണ്ടായിട്ടില്ല. ഇന്ന് വിവിധ ഏരിയകളിൽ വിവിധ സോണുകളായി തിരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് രാവിലെ നടന്നത്. ഈ ഇത്രയും ദിവസമായ സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികളും മറ്റ് മുങ്ങൽ വിദഗ്ധരും ഒക്കെ പറയുന്നത് ഈ പാറക്കെട്ടിൽ ഗൗതമിന്റെ ശരീരം കുടുങ്ങിക്കിടക്കാൻ അല്ലെങ്കിൽ വലകളിലോ മറ്റോ കുടുങ്ങിക്കിടക്കുന്നതാകുമെന്നാണ് പറയുന്നത്. പക്ഷേ ഈ തിരയൊക്കെ ഇങ്ങനെ അടിക്കുന്നതുകൊണ്ട് ഈ പാറക്കെട്ടിലൊക്കെ പരിശോധന നടത്തുക എന്ന് പറയുന്നത് ഏറെ പ്രയാസം നിറഞ്ഞൊരു കാര്യമാണ്. എന്തായാലും ഗൗതം എവിടെ എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു കാര്യവും ഒരു ഫലവും ഉണ്ടായിട്ടില്ല. ഗൗതമിനെ കണ്ടെത്താനില്ല. വീട് വിറ്റാണ് ഇവർ ആ വള്ളം വാങ്ങിയത്. മത്സ്യത്തൊഴിലാളി കുടുംബമാണ്. ആ ഒരു വള്ളത്തിൽ പോയ ആ ഒരു യാത്രയാണ്. ആ ഒരു മത്സ്യബന്ധനത്തിനായി പോയപ്പോഴാണ് അപകടം ഉണ്ടാവുന്നത്. അതിലാണ് മുത്തച്ഛനും അച്ഛനും കൊച്ചുമകനും അപകടത്തിൽപ്പെടുന്നത്. ഇതിൽ 2 പേരുടെ മൃതദേഹം ലഭിച്ചു. ഇവിടെ ഗൗതം കൃഷ്ണൻ 26 വയസ്സ് മാത്രമാണ് ആ ചെറുപ്പക്കാരന് പ്രായം. 10 ദിവസമായി നമ്മുടെ സംവിധാനങ്ങൾ തിരച്ചിൽ തുടരുകയാണ്. യാതൊരു ഉത്തരവും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല.